വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ ഒറ്റപ്പെട്ട പിണറായി സർക്കാർ. തെരഞ്ഞെടുപ്പിൽ കേസ് പ്രധാന ചർച്ചാ വിഷയമാണ്. CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ലോങ് മാർച്ച് പ്രഖ്യാപനവുമായി ABVPയും രംഗത്തുണ്ട്. നെടുമങ്ങാട് സ്വദേശിയായ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെടുകയാണ് പിണറായി സർക്കാരും ഇടതുപക്ഷവും, വിശിഷ്യ SFIയും. ക്രൂരമായ ശാരീരിക പീഡനമേറ്റ നിലയിൽ മരണപ്പെട്ട വിദ്യാർത്ഥിയെ SFIക്കാരനാക്കാനുള്ള ശ്രമം, ഈ കുട്ടിക്കെതിരെ പെൺകുട്ടിയെ കൊണ്ട് പരാതി നൽകാൻ നടത്തിയ ഗൂഢനീക്കം എന്നിവയെല്ലാം ഓരോന്നായി പൊളിഞ്ഞു വീഴുകയായിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം, വിദ്യാർത്ഥിയുടെ പേര് പോലും അറിയാത്ത മന്ത്രിയുടെ ഭവന സന്ദർശനം, സാംസ്കാരിക നായകരുടെ മൗനം എല്ലാം സമൂഹ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിദ്യാർത്ഥിയുടെ ദുഃഖിതനായ അച്ഛൻ്റെ അടുത്തിരുന്നു കൊണ്ട് പൊട്ടിച്ചിരിച്ച് ഫോൺ വിളിക്കുന്ന ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ വലിയ നാണക്കേടാണ് പ്രതിപക്ഷമായ UDFന് ചാർത്തുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഉത്തരവാദിയായ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ ഡീനിനെയും സസ്പെൻഡ് ചെയ്ത ചാൻസലറായ ഗവർണറുടെ നടപടി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നേരിട്ടെത്തിയ ശേഷമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ കടുത്ത നടപടി. കുറ്റവാളികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി V മുരളീധരൻ നെടുമങ്ങാട് നടത്തിയ ഉപവാസ സമരവും ശ്രദ്ധേയമായി. വിഷയത്തിൽ പ്രതിരോധത്തിലായ ഇടതുപക്ഷത്തിനു വേണ്ടി DYFI നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവരുടെ ഒറ്റപ്പെടൽ ഏറെ വ്യക്തമായി. അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെ തെറ്റാണ് എന്ന വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതിന് പിന്നിലുള്ള അപകടത്തെക്കുറിച്ച് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ജാഗ്രത പാലിക്കുകയും വാർത്ത ചെയ്യുകയും വേണം എന്ന ഒരു എളിയ അഭ്യർത്ഥന കൂടി നിങ്ങൾക്ക് മുന്നാകെ വെക്കുകയാണ്. ഈ കേസ് CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നാളെ നെടുമങ്ങാടുള്ള സിദ്ധാർത്ഥിന്റെ വസതിയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ABVP ലോങ് മാർച്ച് നടത്തും. സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദിന്റെ നേതൃത്വത്തിലാണ് മാർച്ച്. ഇതോടെ ഈ കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകുമെന്ന് ഉറപ്പായി. ജനം, തിരുവനന്തപുരം.